ഓം നമഃ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാം. നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇന്നത്തെ അധ്യായം തയ്യാറാക്കിയിരിക്കുന്നത് 2025 മാർച്ച് മാസം 29 തീയതിയിലെ ശനിമാറ്റത്തെ സംബന്ധിച്ചിട്ടാണ്. വിശദമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. 27 നക്ഷത്രക്കാരുടെയും ഈ ഒരു വർഷത്തെ ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ അപഗ്രഥിക്കേണ്ടതുണ്ട്. 2.5 വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ ഉണ്ടാവുക. പിന്നെ എന്തെങ്കിലും തരത്തിലായ വക്രോ അതിചാരോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ രാശി മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. അത് അതാത് കാലഘട്ടങ്ങളിൽ പ്രേക്ഷകരെ അറിയിക്കാൻ ആസ്ട്രോ മീഡിയ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ പറയണ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാനുള്ളതായൊരു സാവകാശം മനസ്സും ഉണ്ടാവണം. കാരണം ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പിന്നീട് പറയുന്ന കാര്യങ്ങളുടെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകൂ. അപ്പോൾ അതൊന്ന് കേൾക്കാനുള്ളതായൊരു മനസ്സുണ്ടാവണം കേട്ടോ. മലയാള വർഷം 1200 മീനമാസം 15-ാം തീയതി, ഇംഗ്ലീഷ് വർഷം 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച ഉദിച്ച് 38 നാഴിക 37 വിനാഴികയുള്ളപ്പോൾ, അതായത് രാത്രി 9:54 ഒരു മധ്യ കേരളത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ നാഴിക വിനാഴികയൊക്കെ പറയണത്. ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം, അത്രയേ ഉള്ളൂ. മൂലക്ഷേത്രമായിട്ടുള്ള കുംഭം രാശി വിട്ട് സമക്ഷേത്രമായ മീനം രാശിയിലേക്ക് ശനി പ്രവേശിക്കുന്നതാകുന്നു. അതായത് മൗഢ്യത്തിലിരിക്കുന്നൊരു സമയത്താണ് ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നത്. ശനിക്ക് മൗഢ്യമുണ്ട്. മൗഢ്യം എന്ന് പറയുമ്പോൾ സൂര്യസമ്പർക്കത്തിൽപ്പെട്ട് സ്വന്തം തേജസ്സൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ. അതിപ്പോൾ നമ്മൾ നല്ല തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ശനി വളരെ ഇങ്ങനെ മങ്ങി നിൽക്കുന്നതായൊരവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ഈ മൗഢ്യം അവസാനിക്കുകയും ചെയ്യും. മൗഢ്യം പ്രാപ്തയെ മരണമജിരാത് എന്നാ പറയുക. മൗഢ്യം പ്രാപിച്ച ഗ്രഹം മൃതാവസ്ഥയെ പ്രാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജീവനില്ലാത്ത ഉള്ളൊരവസ്ഥ. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ബാല്യം, യൗവനം, കൗമാരം ഇങ്ങനെയൊക്കെ തുടങ്ങുകയായി. അപ്പോൾ ഈ ശനിയെക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ദുഃഖം, വ്യാധി, മരണം, അലസത, പ്രേക്ഷ്യത, ഇതൊക്കെ ശനിയെക്കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അതായത് ദുഃഖം കൊടുക്കുന്ന ആളാണ്, വ്യാധി കൊടുക്കുന്ന ആളാണ്, മൃത്യു കൊടുക്കുന്ന ആളാണ്, അലച്ചിൽ കൊടുക്കുന്ന ആളാണ്. അതേപോലെ തന്നെ അധികമായിട്ടുള്ള നിദ്ര, മോഹാലസ്യം, ഇതൊക്കെയും ശനിയെക്കൊണ്ട് പറയാം. ജയില്, കള്ളൻ, ശത്രുക്കൾ, ഇതൊക്കെയും പറയേണ്ട ആൾ ശനി തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈവശം വെച്ചിരിക്കുന്ന ഒരാളാണ് ശനി. അപ്പോൾ ശനിയുടെ ശരീരപ്രകൃതിയൊക്കെ അറിയാലോ. കണ്ണ് നേരെ നോക്കില്ല അത്ര ശനി എപ്പോഴും മുകളിലേക്ക് നോക്കുന്ന. അപ്പോൾ കണ്ണിന് പ്രത്യേകതയുണ്ട്. മെലിഞ്ഞൊട്ടിയ ശരീരം, ദീർഘകായം, അങ്ങനെയൊക്കെ ശനിയുടെ ശരീരപ്രകൃതി ധാരാളമുണ്ട്. അത് പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന ആളുകൾക്ക് ആ ഒരു ശരീരപ്രകൃതിയൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. നമ്മുടെ വിഷയം അതല്ല, നമുക്ക് ശനിമാറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശനിയുടെ സ്വഭാവം പൊതുവേ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിലേക്ക് ഫലമില്ലാത്തൊരു കാര്യമല്ല അത്. എപ്പോഴും ശനി അന്ത്യദ്രേക്കാണത്തിലാണ് ഫലം കൊടുക്കാറ്. സാധാരണ ശനി രാശി മാറിയ ഉടനെ ശനി ഫലം കൊടുക്കാറില്ല. അപ്പോൾ ഫലം കൊടുക്കാറില്ല വെച്ചാൽ തീരെ ഫലം ഉണ്ടാവില്ല എന്നല്ല. ശുഭാനുഭവമാണെങ്കിലും ദോഷാനുഭവമാണെങ്കിലും അന്ത്യദ്രേക്കാണത്തിൽ, അതായത് ഒരു രാശിയെ 30 ഭാഗിച്ചു കഴിഞ്ഞാൽ 3 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ 10 തീയതി, രണ്ടാമത്തെ 10 തീയതി, അവസാനത്തെ 10 തീയതി. അപ്പോൾ ഇങ്ങനെ 30 ഭാഗം എന്ന് പറയും. അപ്പോൾ അതാണ് ഒരു രാശിയായിട്ട് വരിക. അപ്പോൾ ആദ്യത്തെ 15 തീയതി ആദ്യദ്രേക്കാണം, 15 മുതൽ 20
മധ്യദ്രേക്കാണം 20 മുതൽ 30 തീയതി വരെ അന്ത്യദ്രേക്കാണം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇതിൻ്റെ ഈ ശനി മാറിയ ഉടനെ നമുക്ക് ചില ആൾക്കാരൊക്കെ പറയാൻ സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ അതാണല്ലോ കൂടുതൽ കേൾക്കുന്നത്. എന്താ, രാജയോഗം വരും, അത്ഭുത ഫലങ്ങളൊക്കെ ഉണ്ടാവും, ധനം കുമിഞ്ഞുകൂടും, ഇങ്ങനെയൊക്കെ പറയുന്ന ആരെക്കൊണ്ടാണ് പറയണതെന്ന് നോക്കണം. അതിൻ്റെ കാരകത്വമൊന്നും ശനിക്കില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ചില സ്ഥാനങ്ങളിൽ, അതായത് ഗോചരസ്ഥാനങ്ങളിൽ ശനി ഈ പറയുന്ന ഫലങ്ങളൊക്കെ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. വേദസ്ഥാനത്ത് വന്നാൽ ദോഷമുണ്ടാവും. അപ്പോൾ ശനിയുടെ ഗോചരം വേദം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഗോചരം എന്ന് പറയുമ്പോൾ അനുകൂല ഭാവങ്ങൾ 3, 6, 11 ഈ സ്ഥാനങ്ങൾ മാത്രമാണ്. അവനവൻ്റെ ജന്മക്കൂറ് തൊട്ട് 3, 6, 11 ഈ സ്ഥാനങ്ങളിൽ മാത്രമാണ് ശനി അനുഭവ ഫലത്തെ കൊടുക്കുക. 12, 5, 9 ഇത് ശനിക്ക് വേദസ്ഥാനമാണ്. അപ്പോൾ ഈ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. അതായത് അവനവൻ്റെ ജന്മക്കൂറിൻ്റെ 12, 5, 9 ഇതൊക്കെ ശനി വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു വിഷയം അഷ്ടവർഗത്തെ പറ്റി പറയാനാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ഈ അഷ്ടവർഗത്തെ പറ്റിയിട്ട് ഈ പുതുവർഷഫലമൊക്കെ പറഞ്ഞപ്പോൾ ധാരാളം ഈ അഷ്ടവർഗത്തെ പറ്റി പറഞ്ഞ് പോയിട്ടുണ്ട്. കുറേ ആളുകൾക്ക് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ചിലവരെങ്ങനെ അഷ്ടവർഗം ഗണിക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ജാതകം ഗണിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു സംഗതിയാണ് അഷ്ടവർഗം ഗണിക്കാൻ. ഗ്രഹഗോചരാദികളെല്ലാം അഷ്ടവർഗത്തിൻ്റെ സഹായത്തോടെ അല്ലാതെ പറഞ്ഞാൽ ശരിയാവില്ല. അതായത് ഓരോ വ്യക്തിയുടെ ജാതകത്തിലും അഷ്ടവർഗ ബിന്ദുക്കൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് സൂര്യൻ മുതൽ ശനി പര്യന്തമുള്ളതായ 7 ഗ്രഹങ്ങളുടെയും, രാഹുകേതുക്കൾക്ക് അഷ്ടവർഗമില്ല, ലഗ്നത്തിൻ്റെയും അക്ഷം, അതായത് അഷ്ടവർഗം നോക്കിയിട്ടാണ് ഇതിന് ഫലം പറയുക. അപ്പോൾ 8 ബിന്ദുക്കളാണ് ഉണ്ടാവുക ഓരോ രാശിയിൽ. ഇങ്ങനെ അതിന് ഓരോ പരൽപ്പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ രാശിയിൽ അതിൻ്റെ അക്ഷം ഇട്ടുപോകും. അങ്ങനെ 8 അക്ഷങ്ങളാണ് കിട്ടുക മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അതിൽ 5ൽ കൂടുതൽ അക്ഷങ്ങളുള്ള രാശിയിലേക്കാണ് ശനി വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹം വരുന്നതെങ്കിൽ കൂടുതൽ ഫലം ഉണ്ടാവും. ഇപ്പോൾ മോശസ്ഥാനത്താണ്, ഇപ്പോൾ 12ലാണ് ഒരാൾക്ക് ശനി ചാരവശാൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് വിചാരിക്കുക. അതായത് ഇപ്പോൾ മേടക്കൂറുകാർക്ക് 12ലേക്കാണ് ശനി വരുന്നത്. അവർക്ക് അതിൽ ഈ ശനി 12ലുള്ള ആളുകൾക്ക് ശനിയുടെ അഷ്ടവർഗത്തിൽ 5, 6, 7, 8 ബിന്ദുക്കളുണ്ട് എന്ന് വയ്ക്കാം. അങ്ങനെ വരുന്ന സമയം വലുതായിട്ടുള്ള ദോഷാദി അനുഭവങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ചിപ്പോൾ ശനി നല്ല അനുകൂലസ്ഥനാണ്, 3-ാം ഭാവത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ 6ലേക്ക് വന്നു, ഇനിയിപ്പോൾ 11ലാണെന്ന് തന്നെ വിചാരിക്കാം. അഷ്ടവർഗ ബിന്ദുക്കളിൽ 0, അതായത് ബിന്ദുക്കൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ 4, 3, 2, 1 ഇങ്ങനെയൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഗുണത്തിന് പകരം ദോഷം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം എന്താ മനസ്സിലാവുന്നത്? ഓരോ വ്യക്തിയുടെയും ജാതക ഫലത്തിനനുസരിച്ച് ഈ പറയുന്ന ചാരഫലങ്ങളിൽ വ്യത്യാസ അനുഭവങ്ങൾ ഉണ്ടാകും. ചില ആളുകളിപ്പോൾ വീഡിയോ വന്നാൽ ഉടനെ അതിലുണ്ടാകും, ഇപ്പോൾ ശനി എനിക്ക് കഴിഞ്ഞ കൊല്ലം അനുകൂലസ്ഥനായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ശനി മാറിയപ്പോൾ എനിക്ക് അനുകൂല ഭാവത്തിലാണെന്ന് പറഞ്ഞു. ഒരു ഫലവും കിട്ടിയിട്ടില്ല. മറ്റുള്ള ചില ആൾക്കാർ പറയാം ശനിക്ക് ഏറ്റവും മോശ സ്ഥാനത്താണെന്നാണ് പറഞ്ഞത്, എന്നാൽ ആ കൊല്ലം എനിക്ക് വളരെ നന്നായിരുന്നു. അതിന് കാരണം എന്ത് എന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തികളുടെ ജാതകത്തിൽ ചിലപ്പോൾ മോശസ്ഥാനത്താണെങ്കിൽ പോലും ആ രാശിയിൽ ആ ശനിക്ക് അഷ്ടവർഗ ബിന്ദുക്കൾ ധാരാളം ഉണ്ടാവും. അല്ലാച്ചാൽ ഗുണസ്ഥാനത്ത് പറഞ്ഞ ആളുകൾക്ക് അഷ്ടവർഗ ബിന്ദുക്കളിൽ ചിലപ്പോൾ ശൂന്യതയാവും ഉണ്ടാവുക. ശൂന്യത വന്നാൽ മൃത്യു ഉണ്ടാവും എന്നാട്ടോ പറയാം. അതങ്ങനെ അപൂർവേ വരാറുള്ളൂ. വന്നാൽ ദോഷമുണ്ട്, മൃത്യു തന്നെ സംഭവിക്കണമെന്നില്ല, തത്തുല്യമായ അനുഭവത്തിലൂടെ സഞ്ചരിച്ചു എന്ന് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഗ്രഹം ഗോചരം വേദം ഈ സ്ഥാനങ്ങൾ മനസ്സിലാക്കണം. അഷ്ടവർഗത്തെപ്പറ്റി മനസ്സിലാക്കണം. അതായത് ഗോചരത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും അനുകൂല ഫലവും വേദസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും ദോഷഫലം ഉണ്ടാവും. അതായത് ഗോചരസ്ഥാനത്ത് ഗ്രഹം നിൽക്കുന്ന സമയത്ത് വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം വരണ കാലം ദോഷാദി അനുഭവങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടാവും. ഗുണമാണെങ്കിൽ പോലും ആ ഗുണത്തിൻ്റെ അനുഭവമൊക്കെ മാറി വേദത്തിലൊരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദോഷമുണ്ടാകും. അതായത് സൂര്യനും സൂര്യനും തമ്മിലും പരസ്പര ഭേദമില്ല എന്നുള്ളത് മനസ്സിലാക്കുക.
ഇപ്പോൾ ശനി അനുകൂലസ്ഥനാണ്, അതായത് ശനി ഇപ്പോൾ 3-ൽ നിൽക്കുമ്പോൾ സൂര്യൻ 12-ൽ വന്നുകൊണ്ട് ദോഷമില്ല, അല്ലെങ്കിൽ ശനി 6-ൽ നിൽക്കുമ്പോൾ സൂര്യൻ ചാരവശാൽ 5-ൽ വന്നതുകൊണ്ട് ദോഷമില്ല, ശനി 11-ൽ നിൽക്കുമ്പോൾ സൂര്യൻ ചാരവശാൽ 9-ൽ വന്നതുകൊണ്ട് ദോഷമില്ല. ഇവർ പരസ്പരം വേദിക്കുന്നില്ല എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ ഫലത്തെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് വലിച്ചു നീട്ടലൊന്നല്ല, അത് ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നി, ഈ കുബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും, പെട്ടെന്ന് കൈ നനയാതെ മീൻ പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളുടെ ചാനലിൽ ഒരിക്കലും അങ്ങനെ എവിടെയും തൊടാണ്ടൊരു ഫലം പറയലോ ആരെയും സുഖിപ്പിക്കലോ ആരെയും ദോഷപ്പെടുത്തലോ ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ അപഗ്രഥനം, അത് പ്രശ്നമാർഗം, അതേപോലെ തന്നെ ബൃഹത് സംഹിത, മന്ത്രേശ്വര പ്രണീതമായിട്ടുള്ള ഫലദീപിക ഇത്യാദി ഗ്രന്ഥങ്ങളോ ജാതകാദേശം പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം അത് പഠിക്കുന്ന കാലത്ത് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ചാരഫലം പറയുമ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ച് കൃത്യമായിട്ട് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകരോട് പറയാറുള്ളത്. കാരണം ഇത് പബ്ലിക്കിനാണ് കൊടുക്കുന്നത്. അതായത് സ്വതന്ത്രമായിട്ട് ചിന്താശേഷിയുള്ള സമൂഹത്തിലേക്കാണ്. പൊതുവേ ജ്യോതിഷത്തിന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മങ്ങലേൽക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു മഹാശാസ്ത്രമാണ്. ആ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇത് പലതരത്തിലും വളച്ചൊടിച്ച് പറഞ്ഞ് മോശസ്ഥിതിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് പൊതുജനങ്ങൾക്കും അറിയാം. പാരമ്പര്യമുള്ള ജ്യോതിഷന്മാർ, ഇപ്പോൾ പാരമ്പര്യത്തെ തള്ളിപ്പറയുന്ന പല ആൾക്കാരും ഉണ്ട്. അത് പാരമ്പര്യം ഇല്ലാത്തവരാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. എന്നിരുന്നാൽ പോലും എന്തൊക്കെ പേക്കൂത്ത് നടത്തിയാലും ശരി, എത്ര ശാസ്ത്രത്തെ മോശമാക്കി പറഞ്ഞാലും ശരി, അതിനൊരു സത്യമുണ്ട്. അത് കൃത്യമാണ്. നമ്മുടെ ഭാരതീയ ഋഷി പരമ്പരകൾ നമുക്ക് തന്നിട്ടുള്ള സ്വത്താണത്. അപ്പോൾ വേദസ്യ ചക്ഷു എന്ന് പറഞ്ഞിട്ടുണ്ട്, വേദത്തിൻ്റെ കണ്ണാണ്. നിങ്ങൾക്ക് എല്ലാ അംഗങ്ങളുണ്ടെങ്കിലും കണ്ണില്ലാണ്ട് നമ്മളുടെ ശരീരം പൂർത്തിയാകുന്നില്ല. പഞ്ചേന്ദ്രിയാണം നയനം പ്രധാനം എന്നാണ് പറയുക. കണ്ണില്ലാത്ത ഒരാളോട് ഈ മനോഹരമായിട്ടുള്ള ലോകത്തെ പറ്റി വർണ്ണിച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. സൂര്യൻ ഉദിക്കുന്നുണ്ട്, ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്, പൂമ്പാറ്റ പറക്കുന്നുണ്ട്, പൂവ് വിടരുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതൊന്നും അയാൾക്ക് അനുഭവവേദ്യമാകില്ല. നമ്മൾ നയനാനന്ദകരമായുള്ള എല്ലാ കാര്യങ്ങളും, അതായത് കണ്ണിന് ആനന്ദകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിയണം, കേട്ടറിയണം, രുചിച്ചറിയണം, തൊട്ടറിയണം, മണത്തറിയണം. ഇതൊക്കെ ഓരോന്നിനും ഓരോ പ്രാധാന്യം അതിലുണ്ട്. അതേപോലെ കണ്ണിനോട് ഉപമിച്ചിട്ടാണ് ആചാര്യൻ ഈ വിഷയത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഏറ്റവും പ്രധാനം എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം 12 കൂറും 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഫലത്തെ പറ്റിയിട്ട് അറിയാനാണ്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ പറയാണ്ട് അതിലേക്ക് പ്രവേശിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യം പറയാൻ ശ്രമിച്ചത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടക്കൂറുകാർക്ക്, അവർക്ക് 7.5 ശനിയുടെ തുടക്ക കാലഘട്ടമാണ്. അതായത് ശനി ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. മാത്രമല്ല ശനിയുടെ വേദസ്ഥാനം കൂടിയിട്ടാണ്. അപ്പോൾ ദോഷം കുറച്ച് കടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. 12-ൽ ശനി നിൽക്കുന്ന സമയത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ദുഃഖപരമ്പുര അമ്പുനി മധ്യേ മുഹുർജനനം സ്യാത്. അതായത് ദുഃഖപരമ്പരയുടെ സമുദ്രത്തിൻ മധ്യത്തിൽ മുങ്ങും, അതായത് ശോകപരമ്പരയുടെ മധ്യത്തിൽ മുങ്ങും എന്നാണ്. വലുതായിട്ടുള്ള ശോകം മനസ്സിനുണ്ടാകുന്ന താപം, മനസ്സുരുക എന്ന് പറയില്ലേ, മനസ്സുരുക എപ്പോഴാണ് ഒരു വ്യക്തിക്ക്? അവനവൻ്റെ ദുരിത കാലഘട്ടത്തിലാണ്. അതായത് ദുരിതസ്ഥാനത്ത് ശനി വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫലം അനുഭവിക്കുകയും ധനനാശങ്ങൾ, വിവിധ തരത്തിലായ ധനനാശങ്ങൾ ഉണ്ടാവുക, വലുതായിട്ടുള്ള വീഴ്ച, ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയും അവസ്ഥയിൽ നിന്നുള്ള വീഴ്ചയും പറയണം. സ്ഥാനാത്സവസ്ഥയ ഭ്രംശമുഖപതനം, അതായത് മാളികാമുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. മാളികാമുകളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ മാറാപ്പ് കയറാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മുഖത്തിൻ്റെ ഇടതുഭാഗത്ത് ചില രോഗങ്ങൾക്കടക്കം സാധ്യതയുണ്ട്.
വലുതായിട്ടുള്ള സ്ഥാനനാശങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളിലിരുന്ന് ജോലി ചെയ്യുന്ന പലർക്കും ഈ ഒരു ദോഷാദി അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ശനിയുടെ 12-ലുള്ള വരവോട് കൂടിയിട്ട് പറയുന്നെ വേണം. അത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരിൽ ഈ 3 നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവക്കൂറ്. അവർക്ക് ശനി 11-ലാണ്. ഏറ്റവും ഇഷ്ടസ്ഥാനത്താണ് ശനി. 11-ാം ഭാവം എല്ലാ ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇഷ്ടസ്ഥാനമാണ്. മാത്രമല്ല ശനിയുടെ ഗോചരസ്ഥാനം കൂടിയിട്ടാണ്. 11-ൽ നിൽക്കുമ്പോൾ വലുതായിട്ടുള്ള പ്രതാപം ഉണ്ടാവുക, വിവാഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കുക, മംഗളകർമ്മങ്ങളെല്ലാം തന്നെ സാധിക്കുക, ധനലാഭം ഉണ്ടാവുക, സർവകാര്യസിദ്ധി ഉണ്ടാവുക. ഇരുമ്പ് ഖനി ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതായ ഇരുമ്പ് ഖനിയാവാം, രണ്ടും ആവാം, ഇരുമ്പ് ഖനിയാവാം, അത് വെറും ഖനിയാവാം. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതായത് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട വ്യവസായം നടത്തുന്ന ആളുകൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ശനിക്ക് പാറയൊക്കെ പറയാം, പാറ കടുപ്പം കൂറിയ പാറ അതൊക്കെ പറയാം. അപ്പോൾ ഈ കോറി ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾക്ക് നല്ല കാലമാണ് കേട്ടോ. അത് വിചാരിച്ച് പ്രകൃതിയെ ദോഷപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ചെയ്യരുത്. അതിന് ചില ലിമിറ്റേഷനൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് ഈ ഖനിത്തൊഴിൽ നടത്തുന്ന ആളുകൾക്കും വ്യവസായങ്ങൾ നടത്തുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു സമയമാണ്. അതായത് ഇടവക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വളരെ നല്ലൊരു സമയമാണ്. സർവ്വകാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാവും. വിശേഷപ്പെട്ട വാഹനം വാങ്ങുക പോലെയുള്ള കാര്യങ്ങളും സർവാഭീഷ്ടങ്ങളും 11-ൽ ശനി നിൽക്കുന്ന സമയത്തുണ്ടാവും. ലാഭസ്ഥേ അന്യവധൂ സമാഗമഃ ധനയാന പ്രതാപയോഹോ എന്ന് ആചാര്യൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 11-ൽ ശനി നിൽക്കുന്ന സമയത്ത് വലുതായിട്ടുള്ള ഭോഗസുഖങ്ങളും ധനലാഭവും പ്രതാപപുഷ്ടിയും ഉണ്ടായിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ലാന്ന് സാരം. അപ്പോൾ ഈ 11-ലെ അഷ്ടവർഗം നോക്കണം. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പോൾ 11-ല പറഞ്ഞ ചില ആൾക്കാർക്ക് പൂജ്യമാണെന്ന് വെച്ചാൽ തീർന്നു കഥ. അപ്പോൾ അതുകൊണ്ട് ജാതകം നോക്കി മാത്രം അതിനെ ഉറപ്പ് വരുത്തണം, സന്തോഷിക്കണം. മിഥുനക്കൂറിലെ ഏതൊക്കെ നക്ഷത്രങ്ങളാണ്? മകീരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങൾ. അവർക്ക് കണ്ടകശനിയാണ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. അവർക്ക് ഹൃദ്രോഗം ഉള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അലച്ചാൽ അതായിട്ട് ഹൃദ്രോഗം വന്ന് ഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാകീർത്തി അർത്ഥം ഇതിന് ക്ഷയം സംഭവിക്കുക. അപ്പോൾ വലിയ സ്റ്റഡി ചെയ്യുന്ന ഹയർ സ്റ്റഡിയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വളരെ സൂക്ഷിച്ചും കണ്ടും പോകണം. അവനവൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന പല കാര്യങ്ങളിലും ചെന്നുപെടാൻ സാധ്യതകൾ ഈ നക്ഷത്രത്തിലുള്ള ആളുകൾക്കുണ്ട്. പോരാത്തിന് അവർക്കിപ്പോൾ വ്യാഴം കൂടി മോശമാവാനാണ് വരുന്നത്, ജന്മവ്യാഴത്തിലേക്കൊക്കെ വരും. അത് അതിൻ്റെ സമയത്ത് പറഞ്ഞു തരാം. എന്തായാലും വലുതായിട്ടുള്ള ദോഷം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാം. ധനത്തിന് ഹാനി സംഭവിക്കും. നമ്മൾ സ്വരൂപിച്ചു വെച്ചിട്ടുള്ളതായ പണത്തിന് കുറച്ച് ഇളക്കം തട്ടേണ്ടതായൊരു സമയമാണ്. സൽക്കർമ്മം ചെയ്ത് ദുഷ്കർമ്മത്തിൻ്റെ ഫലം വാങ്ങാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഫലം കിട്ടുക വളരെ സങ്കടപ്പെടുത്തുന്ന ഫലമായിരിക്കും അതൊന്ന് കിട്ടുക. അപ്പം മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. 10-ൽ ശനി നിൽക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞു? ദശമകേ ഹൃദ്രുജ വിദ്യാകീർത്തി ധനക്ഷയ കർമാപ്തി അഭി എന്ന് എടുത്തു പറഞ്ഞു. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കേണ്ട കാര്യമാണ്. കണ്ടകശനിയിലെ 10-ൽ ശനി നിന്നാലത്തെ ഫലം. ഇനി കർക്കിടക കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ഇങ്ങനെ 2.25 നക്ഷത്രം. അവർക്ക് ശനി 9-ലാണ് സഞ്ചരിക്കുന്നത്. സ്വജനങ്ങളോട് വൈരം പുലർത്തുക, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബന്ധനസ്ഥനാവുക, ബന്ധനം കെട്ടിയിട, ജയിലിലാവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ അത്തരം മോശപ്രവർത്തികൾക്ക് ശ്രമിക്കാതിരിക്കാതാണ് വേണ്ടത്. ബന്ധനത്തിനുള്ള സാധ്യതയുണ്ട്. 2.5 വർഷക്കാലത്തെ ഫലമാണ്, വളരെ ശ്രദ്ധിക്കുക. സൽക്കർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ സംഭവിക്കാം. ഹൃദയാരോഗ്യം തകരാറിലാവാം. അതേപോലെ തന്നെ തപസ്സിന് നാശം. ഇപ്പോൾ ജപമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. സർവകാര്യസിദ്ധിക്ക് വേണ്ടി ജപം നടത്തുന്ന ആളുകൾക്ക് അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ, നാമജപം അടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെടാം. മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്.
പിതൃനാശം പോലെയുള്ള കാര്യങ്ങൾ, അവരുടെ പുലകുളി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആരോഗ്യമൊക്കെ വളരെയധികം ഈ കർക്കിടകക്കൂറുകാരെ വളരെ ശ്രദ്ധിക്കണം. അതായത് പുണർതം പൂയമായില്ല നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലോ അവർക്ക് പേരക്കുട്ടികൾ, സ്വന്തം പുത്രന്മാർ, അതായത് സ്വന്തം പുത്രന് ദോഷം സംഭവിക്കുന്നത് കാണുക. അപ്പോൾ പാപദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കടുപ്പം കൂടും. ഇപ്പോൾ ഈ ഗ്രഹം ചാരവശാൽ ഇങ്ങനെ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ശനിയെ ഏതെങ്കിലും പാപഗ്രഹമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫലങ്ങൾക്ക് കുറച്ച് ആധിക്യം കൂടും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട 2.5 വർഷക്കാലമാണ് ഈ കണ്ടകശനി കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അവർക്ക് 9ലാണ് ശനി. 9 നിൽക്കുന്നത് നന്നല്ല. അവനവൻ്റെ തപസ്സിനടക്കം നാശം സംഭവിക്കാം. തപസ്സൊരു യജ്ഞമാണല്ലോ, ആ യജ്ഞത്തിനൊക്കെ തടസ്സം സംഭവിക്കാം. ഇനി ചിങ്ങക്കൂറിലേക്ക് വന്നാൽ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയാണ്. അഷ്ടമശനിയുള്ള ആളുകൾക്ക് ഭാര്യാപുത്രാദികൾക്ക് നാശം സംഭവിക്കാം. ഭാര്യയോടും പുത്രന്മാരോടും വിരഹം, എപ്പോഴും ദൈന്യത വെച്ചാൽ ദീനത, എപ്പോഴും ഒരു സുഖമില്ല എന്നൊക്കെ പറയണ പോലത്തെ അവസ്ഥ. സ്വജനങ്ങളോടുള്ള വേർപാട്, സ്വന്തക്കാരോടുള്ള വേർപാട്, അതിങ്ങനെ കാഠിന്യം കൂടിക്കൂടി വരികയാണ് ചെയ്യുക. സ്വജനങ്ങളോട് മുൻപ് പിണങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം, അതായത് ശനി മാറുന്നതിന് മുൻപ് പിണങ്ങിയിട്ടുണ്ട്, കണ്ടകശനി ആയിരുന്നല്ലോ. അത് കുറച്ചുകൂടി രൂക്ഷമാവും. അതുകൊണ്ട് ബന്ധുക്കളായിട്ടുള്ള ബന്ധമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് മനസ്സിനെ അലോസരപ്പെടുത്തും. ഞരമ്പ് സംബന്ധിയായിട്ടുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടിക്കും. ഈ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോളാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ആളുകൾക്ക് സ്ട്രോക്ക് വന്നിട്ട് അതിന് ചികിത്സ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞരമ്പിൽ ബ്ലോക്ക് വരിക പോലെയുള്ള കാര്യങ്ങൾ, ബ്ലഡ് ക്ലോട്ട് ആവുക പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യതയുള്ളതുണ്ട്. അപ്പോൾ ആ പ്രായത്തിലെത്തുന്ന ആളുകൾ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം മുന്നറിയിപ്പായിട്ട് കരുതണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ തോന്നിയാൽ ഉടനെ വൈദ്യസഹായം തേടിക്കൊള്ളണം എന്ന് സാരം കേട്ടോ. ഇനി കന്നിക്കൂറിലേക്ക് വരാം. കന്നിക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി, അതായത് ആദ്യത്തെ 2 പാദങ്ങൾ, അവർക്ക് കണ്ടകശനിയുടെ ആരംഭമാണ് കേട്ടോ. അവർ കുറച്ച് കടുക്കും കാര്യങ്ങൾ. കാരണം ശനി പൂർണ്ണ ദൃഷ്ടിയോട് കൂടിയിട്ട് കന്നിക്കൂറിനെ നോക്കണ സമയമാണ്. അതുകൊണ്ട് ഉത്രം നക്ഷത്രം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയിലുള്ള ആളുകൾ സൂക്ഷിക്കുക. കണ്ടകശനി വന്നിട്ടുണ്ട്. വൃദ്ധാടനം ഉണ്ടാവും എന്നാ പറയുക. വൃദ്ധാടനം എന്ന് പറഞ്ഞാൽ അലച്ചിലാണ്. അസ്തകെ പ്രേക്ഷ്യങ്കനാസംഗമ ദൂരദ്വാടന അങ്ങനെ പറയണം. ദൂരദ്വാടനം എന്ന് പറയുമ്പോൾ ദൂരദേശ സഞ്ചാരം, അന്യദേശത്ത് പോയിട്ട് ലോക്കാവുക, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക, അതൊക്കെയാണ് അവിടെ പറയണത്. അലച്ചിൽ. നിന്ദ്യസ്ത്രീകളുമായുള്ള സഹവാസം നിമിത്തം അന്യദേശത്ത് ജയിൽവാസം, അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദൂരദ്വാടനം എന്നുള്ളതിൽ അതൊക്കെ മനസ്സിലാക്കുക. അന്യ സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് വിദേശത്ത് ലോക്കാവേണ്ട സാധ്യത, മാത്രമല്ല ജയിൽവാസത്തിനുള്ള സാധ്യതയും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനിമാറ്റത്തിലൂടെ കാത്തിരിക്കുന്ന സംഗതിയാണ്. ഇനി തുലാക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, അങ്ങനെ അടങ്ങുന്ന തുലാം നക്ഷത്രക്കാർക്ക് അവർക്ക് ശനി 6ലാണ്, ഗോചരസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. രോഗങ്ങൾക്കും ശത്രുക്കൾക്കും നാശം സംഭവിക്കും. രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ സുഖപ്പെടും. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും വളരെ രോഗത്തിന് 3 അവസ്ഥകളുണ്ട്. രോഗം ആരംഭിക്കുന്ന അവസ്ഥ, മധ്യാവസ്ഥ, രോഗം ശരീരത്തെ കീഴടക്കിയ അവസ്ഥ. അപ്പോൾ കീഴടക്കിയിട്ട അവസ്ഥയുള്ള ആളുകൾക്ക് സമാധാനം പ്രതീക്ഷിക്കരുത്. കാരണം ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച ഒരവസ്ഥയ്ക്കാണ് ശരീരം രോഗം കീഴടക്കി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിട്ടല്ല, രോഗത്തിൻ്റെ മധ്യാവസ്ഥയിലും തുടക്കത്തിലുള്ള ആളുകൾക്ക് ആ രോഗങ്ങൾക്ക് വേണ്ട വിധത്തിൽ ചികിത്സിച്ചാൽ ആ രോഗത്തിനൊക്കെ സമാധാനം കിട്ടും. ശത്രുക്കൾക്ക് നാശം, ശത്രുക്കളൊക്കെ അടങ്ങി നിൽക്കുന്നൊരു സമയമാണ്. കളത്രസുഖം ഉണ്ടാവുക. അതായത് കളത്രസുഖം എന്ന് പറയുമ്പോൾ ഭാര്യാസുഖം എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അർക്കജെ അരികെ രോഗാണാം ദിഷതാം ച ഹാനി, അതാണ്. അതായത് അർക്കജൻ അഥവാ സൂര്യപുത്രൻ അരികത്തിൽ നിൽക്കുന്ന സമയത്ത് രോഗങ്ങൾക്കും ദിഷിതങ്ങൾക്കും, ദിഷുക്കൾ ശത്രുക്കൾ, ഇതിനൊക്കെ ഹാനി സംഭവിക്കും. കളത്ര സൗഖ്യമുണ്ടാകും. കുടുംബാന്തരീക്ഷമൊക്കെ നന്നാവും. വൃശ്ചികം
വൃശ്ചികക്കൂറിൽ വന്നു കഴിഞ്ഞാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം അടങ്ങുന്ന വൃശ്ചികക്കൂറുകാർക്ക് 5ലാണ് ചാരവശാൽ ശനി സഞ്ചരിക്കുന്നത്. ആത്മജവിയോഗം അഥവാ പുത്രവിയോഗം, ഭാര്യാനാശം പോലെയുള്ള കാര്യങ്ങൾ, ധനത്തിന് ഹാനി, വലുതായിട്ടുള്ള കലഹത്തിൽ ചെന്ന് ഏർപ്പെടുക, കൂട്ടത്തിലുള്ള കലഹങ്ങൾ കേട്ടോ, വലുതായിട്ടുള്ളൊരു ഗ്യാങ്ങായിട്ടുള്ള കലഹത്തിൽ ചെന്ന് വിടുക, കോടതി വ്യവഹാരം ഇതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ടുള്ള കേസിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. വലുതായിട്ടുള്ള കൂട്ടക്കലഹത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. പക്ഷേ നമുക്ക് കാലം ദോഷമായാൽ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് പ്രവർത്തിക്കും. അത് വിധിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സന്താനങ്ങളുടെ ആരോഗ്യം സൂക്ഷിച്ചോളാം. അഥവാ പുത്രന്മാർക്ക് ദോഷം, ആൺകുട്ടികൾക്കാണ് പ്രത്യേകിച്ച്. പെൺകുട്ടികൾക്ക് പറയാം, പുത്രശബ്ദം കൊണ്ട് ആൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. എന്നിരുന്നാൽ അവർക്ക് ഇത്തിരി ദോഷങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു ഇടയുണ്ട്, ധനത്തിന് ഹാനി സംഭവിക്കാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സേഫാക്കി വെക്കണം. ഇതൊക്കെ മുന്നറിയിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സേഫാക്കി വെക്കാമെന്ന് സാരം. ഇത്രയും കാര്യങ്ങളാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ധനുക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ധനുക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. അവർക്ക് ബന്ധുനാശങ്ങളും അതേപോലെ തന്നെ ധനനാശങ്ങളും ഭാര്യാപുത്രാദികളുടെ വേർപാട് നിമിത്തം ഉണ്ടാകുന്ന വലുതായ ദുഃഖവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിദേശവാസവും മനസ്സിന് അസ്വസ്ഥ്യങ്ങളും, സർപ്പത്തിൻ്റെ സഞ്ചാരം പോലെയായിരിക്കുന്ന പറയുക, വികടമായിട്ട് ഭവിക്കുക. അത് ഭുജംഗപ്രയാതം എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ് അതിൻ്റെ ആ ഒരു നിയമം പറഞ്ഞിട്ടുള്ളത്. ഭുജംഗപ്രയാതം എന്ന് പറഞ്ഞിട്ടൊരു വൃത്തമുണ്ട്. അതായത് സർപ്പം സഞ്ചരിക്കുന്ന ആകൃതിയിൽ, അതായത് സർപ്പം അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണല്ലോ, അതിനൊത്തിട്ടുള്ള ജീവിതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ധനുരാശിക്കാർ അത് സംഹിതയിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭുജംഗപ്രയാതം, അതായത് ചതുർത്ഥം ഗൃഹേ സൂര്യപുത്രേ അഭ്യുവേദേ സുഹൃദ്വിഭാര്യാദി വിപ്രയുക്ത ഭവത്യത്ര സർവത്ര ച സാധുദൃഷ്ടം ഭുജംഗപ്രയാതാനുകാരകഞ്ച ചിത്തം എന്നെടുത്തു പറഞ്ഞു. അപ്പോൾ ഭുജംഗപ്രയാതം വൃത്തത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർപ്പം പൊളഞ്ഞ് പോകുന്ന രീതിയിൽ അവനവൻ്റെ ജീവിതഗതി മാറും എന്നാണ് 4-ൽ ശനി സഞ്ചരിക്കുമ്പോഴത്തെ ഫലം ആചാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി മകരക്കൂറുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി, അതായത് 2 പാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാർക്ക് അവർക്ക് ശനി 3ലേക്കാണ്, ഗോചരസ്ഥാനത്തേക്കാണ് ശനി വരുന്നത്. ധനം, ഭൃത്യൻ, ഗൃഹാദി, ഐശ്വര്യ, അഭിവൃദ്ധികൾ, വിശേഷപ്പെട്ട വാഹനങ്ങൾ, വിശേഷപ്പെട്ട ഭക്ഷണസുഖം, സുഗന്ധദ്രവ്യ ലാഭം, അതായത് സുഗന്ധം പൂശിയിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ, വിവാഹം പോലെയുള്ള കാര്യങ്ങളെ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. രോഗശാന്തി, അസുഖമുള്ള ആളുകൾക്ക് രോഗശാന്തി, ആരോഗ്യം മെച്ചപ്പെടുക, ധൈര്യം ഉണ്ടാവുക, ശത്രുജയം സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുക. അത് ധീരലളിത എന്ന് പറയുന്നൊരു വൃത്തത്തിലാണ്. അപ്പോൾ ആചാര്യൻ ഈ പറയണതൊക്കെ ഒരു വൃത്തത്തെ ആസ്പദമാക്കിയിട്ടാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. സംഹിതയിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഹിതയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കുറച്ച് സംസ്കൃതം കടികെട്ട് ഉണ്ട്, എന്നാലും നമുക്കതെന്നൊക്കെയാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയതയുണ്ടേ. നമ്മൾ വായയിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാടലല്ല. അപ്പോൾ ഈ ഗ്രഹചാരത്തെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഉത്രാടം നക്ഷത്രം മകരക്കൂറുകാർക്ക് വളരെ നല്ലൊരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. അവർ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരൊക്കെ ലേശം പ്രയാസത്തിലായിരുന്നു. അവർക്ക് കുറച്ചൊക്കെ ശനിമാറ്റത്തിലൂടെ ആനുകൂല്യം തീർച്ചയായിട്ടും പറയാം. മറ്റു ഗ്രഹചാരങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ എല്ലാ കൂറുകാരെയും സംബന്ധിച്ചിട്ടുണ്ട്. അതിൽ എത്ര ദോഷം എത്ര ഗുണം നോക്കിയിട്ടൊക്കെ അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ പൂർണ്ണമായിട്ടൊരു ഫലങ്ങളിലേക്കൊക്കെ എത്താൻ. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അവർക്ക് ശനി ധനസ്ഥാനത്താണ്, 2ലേക്കാണ് ശനി വരുന്നത്. ശനി ചാരവശാൽ 2ൽ സഞ്ചരിക്കുമ്പോൾ അർക്കാത്മതേ അർത്ഥസ്ഥേ അർത്ഥസുഖാംഗകാന്തി വിഗമഹ എന്ന് പറഞ്ഞു. മാത്രമല്ല കാമസ്യ മന്ദഗതാവ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരവശാൽ ശനി 2ൽ സഞ്ചരിക്കുമ്പോൾ ധനം, സുഖം, ശരീരശോഭ ഇവയ്ക്ക് കുറവും മാനസിക ആസക്തിക്ക് കുറവും സംഭവിക്കും. മാനസിക ഉല്ലാസം കുറയുക, ശരീരശോഭ കെടുക, മാനസികാസ്വാസ്ഥ്യങ്ങൾ ബുദ്ധിമുട്ടിക്കുക,
അതേപോലെ തന്നെ ബലനാശം, ശരീരത്തിൻ്റെ ബലത്തിന് ശരീരത്തിനൊരു ആരോഗ്യ ഒരു ബലം ഉണ്ടാവും, ആ ഒരു ബലനാശം സംഭവിക്കാം. അതേപോലെ തന്നെ ലഭിച്ച ധനത്തിൻ്റെ നാശം, നമുക്ക് കുറച്ച് കാശ് ഉടനെ കിട്ടും, ആ കാശ് അപ്പോൾ തന്നെ നാശമായി പോവുക. അതിന് സംഹിത എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ മുള്ളിൻ്റെ മുകളിൽ ഇല വീഴുന്നതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. മുള്ളിൻ്റെ മുകളിൽ ഇല വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിപ്പോവുമല്ലോ, വീണ പാടെ കയറിപ്പോവുമല്ലോ. അതാണ് ലഭിച്ച ഉടനെ ആ ധനം നശിക്കും, അതായത് അല്പസമയത്തിനകം ആ ധനത്തിന് നാശത്തിനുള്ളൊരു ഹേതു എന്തായാലും ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ധനത്തിൻ്റെ ഇടപാടുള്ള ആളുകൾ, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതിനോട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അധികമായിട്ട് നമുക്കെല്ലാവർക്കും ധനം വേണം, എന്നിരുന്നാൽ പോലും അധികമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചേക്കണം. മീനം രാശി, മീനം രാശിയിലേക്ക് വരുമ്പോൾ അവസാനത്തെ രാശിയാണ് മീനം രാശി. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി. അപ്പോൾ ഈ പൂരോരുട്ടാതി ഉത്രട്ടാതിക്കാരാണ് ഈ ശനിമാറ്റത്തിൽ ഏറ്റവും വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഈ 2 നക്ഷത്രത്തിലായിട്ടാണ് ഈ കൊല്ലം ശനി സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അഗ്നി നിമിത്തമോ വിഷനിമിത്തമോ നാശം വരികയും സ്വജന വേർപാടുകൾ സംഭവിക്കുകയും ബന്ധനം സംഭവിക്കുകയും മൃത്യുവിനെ മുഖാമുഖം കാണുകയും ഗൃഹം ഉപേക്ഷിച്ച് അന്യദേശത്ത് താമസിക്കുകയും ഫലം. അത് സംഹിതക്കാരൻ എടുത്ത് പറഞ്ഞ മന്ത്രേശ്വരനടക്കം, സംഹിതക്കാരനടക്കം, കൃഷ്ണമാർഗാചാര്യനടക്കം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജന്മശനി. ജന്മശനി വളരെ അപകടമാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ജന്മശനിയിൽ ശനി ചാരവശാൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് രവിജയ ജന്മസ്ഥെ അനലഭയം അങ്ങനെ പറയണം. കുറേ പറയുമ്പോൾ നാവിനൊരു ഉടക്കം സംഭവിക്കുന്നതാണ് കേട്ടോ. വിഷം ഉണ്ടാവും, അനലൻ തീയ എന്നാണ്, തീ കത്തുക, വിഷം ബുദ്ധിമുട്ടുണ്ടാക്കുക. ബന്ധോർവധ പ്രോക്ഷണം, ബന്ധുനാശം, ദൂരദേശഗമനം, പുത്രാദികളായിട്ടുള്ള സ്വജനങ്ങളുമായിട്ടുള്ള വേർപാട്, ധനനഷ്ടം, ദൂരദേശത്ത് ജയിലിൽ കിടക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ അതേപോലെ തന്നെ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറിയാലും മതി കേട്ടോ. ജപ്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ മുഖാമുഖം കാണാനുള്ള സാധ്യതകളുണ്ട്. കുടുംബസ്വത്ത് നഷ്ടപ്പെടുക, കുടുംബത്തിനോട് താല്പര്യം ഇല്ലാണ്ടാവുക, ദീനത നമ്മളെ വിട്ടുമാറാതിരിക്കുക, ഇതൊക്കെ തോടകവൃത്തത്തിൽ ആചാര്യൻ ഈ നിയമം പറഞ്ഞു. തോടകവൃത്തം എന്നാണ് അതിന് പറയുക. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഓരോ അനുഭവത്തിനനുസരിച്ച് അതേ വൃത്തത്തിൽ അതിൻ്റെ ശ്ലോകം രചിച്ചിട്ടുണ്ട് നമ്മുടെ വരാഹമിഹിരൻ. സംഹിത വരാഹമിഹിരൻ്റെ സംഭാവനയാണ്. അപ്പോൾ വരാഹമിഹിരൻ ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്, മന്ത്രേശ്വരൻ കൃത്യമായി കണ്ടിട്ടുണ്ട്, പ്രശ്നമാർഗാചാര്യൻ കൃത്യമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ക്രോഡീകരിച്ച മറ്റ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളും കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമുക്ക് ഫലാദി അനുഭവത്തെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വേദം മാത്രമല്ല, പ്രദീപവേദം പോലെയുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ഇപ്പോൾ തന്നെ വളരെ വലിയൊരു വീഡിയോ ആയി നമ്മളെ. അത് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റുമെന്നുള്ളത് ഒന്നുകൂടി നോക്കാം. ഓരോ കൂറുകാരെയും പ്രത്യേകം ഫലം പറയാൻ പറ്റുമെന്നുള്ളത് കൂടി സമയത്തിനനുസരിച്ച് നമുക്കതൊക്കെ ചെയ്യാവുന്നതും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. അത് ആസ്ട്രോമീഡിയയുടെ പ്രേക്ഷകരത് ചെയ്യണം. കാരണം ഇത്രയും കാലം ആസ്ട്രോമീഡിയ സമൂഹ ജനമധ്യത്തിൽ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരെയും സന്തോഷിപ്പിച്ചിട്ടും ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല. കൃത്യമായ ശാസ്ത്രീയമായ ഗ്രന്ഥവചനങ്ങൾ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്, യത്നിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് നല്ലൊരു വീഡിയോ ലൈബ്രറി ഇന്ന് സ്വന്തമാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 300 ചില്ലാനം വീഡിയോകൾ. അതെല്ലാം ഏത് കാലഘട്ടത്തിലും എല്ലാവർക്കും ശ്രവിക്കാവുന്ന രീതിയിൽ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ അന്വേഷകർക്കും അതൊരു വലിയ ഗുണമായി ഭാവിയിൽ മാറും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നമ്മളെ ചാനലിൽ പരസ്യമില്ല. നമ്മളത് സമൂഹത്തിന് പരസ്യമില്ലാണ്ടാണ്, ഇതിൻ്റെ ശ്രവണസുഖത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇത് ആഡ്സ് ഓൺ ചെയ്തിട്ടില്ല നമ്മളെ ചാനൽ. അതിനുള്ള വരുമാനം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് വേണം, ഇത് ആവശ്യമുള്ള എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ജ്യോതിഷപ്രേമികളെ എല്ലാവരും നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണം. യാതൊരു തടസ്സവുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്ന പക്ഷം ഒന്നുകിൽ വാട്സപ്പിലൂടെയോ
അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്താൽ നമ്മളതിനുള്ള മറുപടി കിട്ടും, സംശയം വേണ്ട. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നതിനേക്കാൾ കൂടുതൽ വാട്സപ്പിൽ ആൾക്കാർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൺസൾട്ടേഷനും നമ്മൾ ജ്യോതിഷ കൺസൾട്ടേഷനും വാട്സപ്പിലൂടെ തന്നെ ആളുകൾക്ക് കൃത്യമായി വന്നിരുന്ന് നോക്കി പറയുന്ന പോലെ തന്നെ ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം കുറച്ചധികമായിട്ട് ആളുകൾ ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദൂരദേശത്തുനിന്ന് വരാൻ സാധ്യത അല്ലെങ്കിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സംശയ നിവാരണം അടക്കം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനോട് ബന്ധപ്പെട്ട മറ്റ് വിശേഷങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.